നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇ.ഡി. വീണ വിജയനെ അങ്ങനെ പെട്ടെന്നൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം വീണയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാനായി എത്തിയത്. ചോദ്യം ചെയ്യലിന്റെ തുടർ നടപടി എന്നോണമാണ്. വരും ദിവസങ്ങളിലും വീണ്ടും സമൻസ് അയക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും ചില തടസ്സങ്ങളും നിലനിൽക്കുന്നുണ്ട്. നോക്കാം വിശദമായി എന്താണ് ഇനി വീണ വിജയന്റെ കേസിൽ സംഭവിക്കുക എന്നുള്ളത്. CMR എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടിയുടെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 3 മണിക്കൂറോളമാണ് പരിശോധന നടത്തിയത്. വീണയെ വിളിച്ചു വരുത്തിയായിരുന്നു തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ലോക്കർ തുറന്നത്. എന്നാൽ മാസപ്പടി ഇടപാടിലെ രേഖകൾ ലോക്കറിൽ നിന്ന് ലഭ്യമായില്ലെന്നാണ് സൂചന. കോടതി കൈമാറാൻ നിർദ്ദേശിച്ച 134 രേഖകൾ ഇതുവരെ SFIO ഇഡിക്ക് കൈമാറിയിട്ടുമില്ല. കരിമണൽ കമ്പനിയുമായുള്ള വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തെ ലോക്കറും പരിശോധിച്ചത്. ഇഡിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം വീണ ഹാജരാക്കിയ വിവരങ്ങൾ HDFC ബാങ്കിലെ ലോക്കറിന്റെ വിവരങ്ങളുമാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്കിലേക്ക് രാവിലെ വീണയെ വിളിച്ചു വരുത്തിയാണ് ഉദ്യോഗസ്ഥർ ലോക്കർ തുറന്നത്. 3 മണിക്കൂറോളം പരിശോധനകൾ തുടർന്നു. അന്വേഷണത്തിനിടയിൽ വീണ ലോക്കർ തുറന്നതിന്റെ വിശദാംശങ്ങളടക്കം ഇഡി ബാങ്കിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ നിന്ന് വീണ ഏതെങ്കിലും വിവരങ്ങൾ രഹസ്യമായി ലോക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിന് മുന്നേ അവസാനമായി എപ്പോഴാണ് വീണ ഈ ലോക്കർ തുറന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും ശേഖരിച്ചു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചില്ലെന്നാണ് സൂചന. ലോക്കറിലുണ്ടായിരുന്ന സ്വർണമടക്കമുള്ള മറ്റ് വിവരങ്ങൾ ഇഡി രേഖപ്പെടുത്തി. HDFC ബാങ്കിന് പുറമെ തിരുവനന്തപുരത്ത് ധനലക്ഷ്മി ബാങ്കിൽ വീണയുടെയും കമ്പനിയുടെയും പേരിൽ മറ്റ് 2 അക്കൗണ്ടുകളുമുണ്ട്. എന്നാൽ ഇവിടെ ലോക്കർ എടുത്തിട്ടില്ല. 3 അക്കൗണ്ടുകളും നേരത്തെ ഇഡി മരവിപ്പിച്ചിട്ടുമുണ്ട്. പരിശോധനയുടെ വിവരങ്ങൾക്കൊപ്പം SFIO രേഖകൾ കൂടി ലഭ്യമായാൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. എന്നാൽ കോടതി നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞിട്ടും SFIO ഇതുവരെ രേഖകൾ ഇഡിക്ക് കൈമാറിയിട്ടില്ല. SFIOയുടെ കണ്ടെത്തലുകൾ നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും കോർപ്പറേറ്റ് തട്ടിപ്പിനെ പറ്റി. കമ്പനി നിയമത്തിലെ സെക്ഷൻ 447 പ്രകാരമാണ് വീണയ്ക്കെതിരെ SFIO കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ 11ാം പ്രതിയാണ് വീണ. വ്യാജ കരാറുകൾ. എക്സാലോജിക് കമ്പനി CMRന് വേണ്ടി യാതൊരുവിധ IT സേവനങ്ങൾ നൽകിയിട്ടില്ലെന്നും പണം കൈമാറാൻ വേണ്ടി മാത്രമാണ് കരാറുകൾ ഉണ്ടാക്കിയതെന്നുമായിരുന്നു SFIO കണ്ടെത്തിയത്. ഫണ്ട് വകമാറ്റൽ. വ്യക്തിപരമായ കടങ്ങൾ വീടുന്നതിനാൽ വീണ CMRൽ നിന്നുള്ള പണം വകമാറ്റി ഉപയോഗിച്ചുവെന്നും ഇത് കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നും 160 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു. 2. ഇഡി അന്വേഷണ പുരോഗതി 9 മണിക്കൂർ ചോദ്യം ചെയ്യൽ. 2026 ജൂൺ 17 കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വീണയെ 9 മണിക്കൂർ അധികമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ഇഡി കേസ് അന്വേഷിക്കുന്നത്. ബാങ്ക് ലോക്കർ പരിശോധന കഴിഞ്ഞ ദിവസമാണ്. അത് നീണ്ടതോ 3 മണിക്കൂർ. അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കേസിന്റെ ഭാഗമായി വീണയുടെയും എക്സാലോജിക്കിന്റെയും ഉൾപ്പെടെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖരുടെ വീടുകളിലും റെയ്ഡ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുടെ വീടുകളിലും CMRൽ MD ശശിധരൻ കർത്തയുടെ ഓഫീസുകളിലും വീടുകളിലും ഇഡി വ്യാപകമായി തന്നെ റെയ്ഡ് നടത്തി. പ്രധാന നിയമപരമായ വശങ്ങൾ കോടതി അനുമതി. CMRൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ 2026 മെയ്യിലാണ് കേരള ഹൈക്കോടതി അനുമതി നൽകിയത്. SFIO രേഖകൾ. അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച 134 സുപ്രധാന രേഖകൾ ഇഡിക്ക് കൈമാറാൻ എറണാകുളം സെഷൻസ് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഈ രേഖകൾ ലഭിച്ച ശേഷം വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം. ശിക്ഷാ സാധ്യതകൾ. കോർപ്പറേറ്റ് തട്ടിപ്പ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷയും തട്ടിപ്പ് നടത്തിയ തുകയുടെ 3 ഇരട്ടി വരെ പിഴയും ഈടാക്കാവുന്നതാണ്. എന്തായാലും 17ാം തീയതി നടന്ന വിശദമായ ചോദ്യം ചെയ്യലും ഇന്നലെ നടന്ന തെളിവ് ശേഖരണവും അടക്കം കൂട്ടി വായിക്കുമ്പോൾ വീണ്ടും സമൻസ് അയച്ച് വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് സാധ്യത കൂടുന്നത്. 172ഓളം ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം വീണയോട് ഇഡി ചോദിച്ചത്. ആ 172 ചോദ്യങ്ങളിലും വളരെ സുപ്രധാനമായ പല ചോദ്യങ്ങളോടും വീണ വിശദമായ മൊഴിയല്ല നൽകിയത്. ഒന്നുകിൽ തനിക്ക് അറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല, അതിനെക്കുറിച്ച് കൂടുതലായി ഞാൻ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് കൂടുതൽ തെളിവുകൾ നിരത്തി ഞാൻ സംസാരിക്കാം എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങളാണ് വീണ വിജയൻ പറഞ്ഞത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്നലെ ആ ബാങ്കിലേക്ക് ഇഡി സംഘം എത്തിയത്, വിവരങ്ങൾ പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും ഈ ക്യാമറയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ല്, അറിയാമല്ലോ ലോക്കർ തുറക്കുമോ, എന്തെങ്കിലും വിസ്മയം സംഭവിക്കുമോ ഇല്ലയോ എന്ന് അറിയാമല്ലോ എന്നാണ് പറയുന്നത്. എന്തായാലും ഷോൺ ജോർജ് ഇപ്പോഴും
താൻ പറയുന്നത് വീണ വെറും ശിശു മാത്രമാണ്, വീണ ഇതിലൊരു കണ്ണി മാത്രമാണ്, ഇതിന്റെ പ്രധാന പ്രതി എന്ന് പറയുന്നത് അത് പിണറായി വിജയൻ തന്നെയാണ്, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള തന്റെ നിലപാടിൽ യാതൊരുവിധ മാറ്റവും ഇനി വരുന്നില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. ഷോൺ ജോർജിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം. ഈ തെരഞ്ഞെടുപ്പിന് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ ഇന്ന് ഹാജരായി വീണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ ഈ കേസിൻ്റെ തുടങ്ങി വെച്ചതും കേസിൽ പരാതിയുമായി മുമ്പോട്ട് പോയതും വീണ വിജയനിലൂടെ ഈ കേസ് അവസാനിക്കാനല്ല. ഈ കേസിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. പിണറായി വിജയനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നവിടെ വരെ ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് ഒരടി പോലും നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ ആ തുടക്കം മുതൽ ഇന്ന് വരെ പറയുന്നൊരു കാര്യം, ഇതിൻ്റെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. ഈ പണം വീണയുടെ കമ്പനി കൈപ്പറ്റിയിട്ടുള്ളതും പിണറായി വിജയനുള്ള കൈക്കൂലിയായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നിടത്ത് മാത്രമേ ഈ കേസിൻ്റെ ക്രക്സ് അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഇത് അവസാനിക്കുള്ളൂ. 100% ഇതിൻ്റെ ഈ കേസിൻ്റെ അന്വേഷണം ചെന്നെത്തേണ്ടത് പിണറായി വിജയനിലാണ്. പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയനോടൊപ്പം കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ള ചെയ്യാൻ ഒത്താശ ചെയ്തു കൊടുത്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അവിടെയെല്ലാം എത്തണം. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, 1996 മുതൽ കഴിഞ്ഞ 30 വർഷക്കാലം പിണറായി വിജയൻ അധികാരത്തിലാണ്. 96 അദ്ദേഹം കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയാണ്. ആ കാലത്താണ് നമുക്ക് ലാവലിൻ ഉൾപ്പെടെയുള്ള കേസുകൾ ഇവിടെ ഉണ്ടായത്, ലാവലിൻ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. UPA ഭരണകാലത്ത് 2013 പിണറായി വിജയനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് തന്നെ CBI ആ കേസ് തലയൂരാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യം തീർത്തു പറയാം, എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, SLC ലാവലിൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വിദേശ ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുള്ള ആ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്. മാത്രമല്ല പിണറായി വിജയൻ്റെ വിദേശയാത്രകളെക്കുറിച്ചും പിണറായി വിജയൻ്റെ 2 മക്കളുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളെ സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് CMRL എന്ന് പറയുന്നൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ തുടങ്ങിയ ഒരു അന്വേഷണമാണെങ്കിലും ആ അന്വേഷണം ഇപ്പോൾ ആ CMRL കമ്പനിയുടെ ഒപ്പം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീണ വിജയൻ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ വിജയൻ ഇപ്പോൾ ED അന്വേഷിക്കുന്ന കേസ് PML ആക്ട് പ്രകാരമാണ്, മണി ലോണ്ടറിംഗ് ആണ്. അപ്പോൾ ആ സാമ്പത്തിക തിരിമറി കുറ്റം അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ഈ സാമ്പത്തികം ആർക്ക് വേണ്ടി കൈപ്പറ്റി, എന്തിനു വേണ്ടി കൈപ്പറ്റി എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ എന്നുള്ള ഒരൊറ്റ ഉത്തരമേ വീണയ്ക്ക് പറയാൻ കഴിയൂ, മറ്റൊരു ഉത്തരവും വീണയ്ക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് അടുത്ത ഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.